ബലിപീഠത്തിന് മുമ്പിൽ ഒരുമിച്ച് ബലിയർപ്പിക്കാനും കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും വരാൻ പോകുന്ന ഒരാഴ്ച ദൈവത്തിൻ്റെ വരുമാനം ചോദിക്കാനും ഈ ബലി കാരണമാകട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അനുതാപം നിറഞ്ഞ മനസ്സോടെ നമുക്ക് ഒരുമിച്ച് ഈ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Salvation
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയന്മാർക്കണമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ദൈവിക രഹസ്യങ്ങൾ പരിഹരണം ചെയ്യുവാൻ തുടങ്ങിയതിനാൽ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. വസതിയിൽ കഴിയുവാനെ മധുരമാക്കി മഹിമയിൽ പറയുവാൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കഴിഞ്ഞ ഒരാഴ്ച കാലം അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയതിനാൽ നന്ദി പറയുവാൻ ഞങ്ങൾ കടന്നുപോകുന്നതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാണ് എല്ലാവരുടെയും ശ്രദ്ധാവാകും സകലത്തിന്റെയും നാഥായ നീക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും.
ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ഓരോരുത്തരുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ സഹോദരിയായി ഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയ പ്രാർത്ഥന വഴി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് അനേകം ആളുകൾ ഞങ്ങളെ പ്രതി സമർപ്പിക്കാൻ ഇടയാകട്ടെ. സ്നേഹത്തിൽ വചനം നിങ്ങളോടുകൂടി വിശുദ്ധ ലോക അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 7 മുതലുള്ള തിരുവചനം. നമ്മളെല്ലാവരും ഒരുപക്ഷെ പ്രമുഖ സ്ഥാനങ്ങൾക്ക് വേണ്ടി അറിഞ്ഞും അറിയാതെയും ആഗ്രഹിക്കുന്നവരാണ്. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മളെ ഏറ്റവും മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തണം, നമുക്ക് കസേര കിട്ടണം. സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വന്നു പോകുന്നൊരു ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തെയാണ് ഈശോ എന്ന് സൂചിപ്പിക്കുക. നിന്നെ ഒരു വിധത്തിൽ ക്ഷണിക്കുമ്പോൾ നീ ആദ്യം മുമ്പിൽ കയറിയിരിക്കരുത്, നീ പുറകിൽ ചെന്നിരിക്കണം. നിന്നേക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളവരവിടെ കാണണം. പക്ഷേ ആതിഥേയന് മനസ്സിലാകും നീയും വിലപിടിച്ചവനാണെന്ന്. സ്വാഭാവികമായും അവൻ വന്ന് നിന്നെ വിളിച്ച് മുമ്പിലേക്ക് കൊണ്ടുപോകും. നിനക്ക് ആ പുറകെ ഇരിക്കാനുള്ള മനസ്സ്, അതാണ് നിനക്ക് പ്രധാനം. അത് നിന്റെ എളിമയാണ്. തോറ്റുകൊടുക്കാനും താന്നു കൊടുക്കാനുമുള്ള ഒരു മനസ്സ്. നമുക്കും തോൽക്കാം. നമ്മൾ തോക്കുന്നതൊക്കെ ദൈവത്തിന്റെ സന്നിധിയിലാണ്. ആരെയും കടത്തിവെട്ടാനോ ആരെയും നശിപ്പിക്കുവാനല്ല, കുറച്ചുകൂടി ദൈവത്തോട് ചേർന്നിരിക്കാൻ. ചില സാഹചര്യങ്ങളില്, ചില സമയങ്ങളില്, ചില വേദനയുടെ ഘട്ടങ്ങളില്, അല്ലെങ്കിൽ ചില നിർണായക ഘട്ടങ്ങളിലൊക്കെ തോറ്റുകൊടുക്കേണ്ടി വരും. തോറ്റുകൊടുക്കാനുള്ള കൃപ തരാൻ, ധൈര്യം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവരവരോട് ഉപമ പറഞ്ഞു, ആരെങ്കിലും തന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കുന്നത് പക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ ക്ഷണിച്ചിട്ടുണ്ടാകും. നിങ്ങൾ രണ്ടുപേരും ക്ഷണിച്ചത് പോലെ പിന്നെ സ്ഥലം കൊടുക്കുക എന്ന് നിങ്ങളോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച്
അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കൈവരിക്കും എന്ന് പറയും. അപ്പോൾ നിന്നോട് കൂടെ ഭക്ഷണത്തിന് ഇരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവരോട് അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴമോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ഥിരമായി നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിശ്വാസിക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികളുടെ യോഗ്യമായി വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടങ്ങളുടെയും പാപങ്ങളുടെയും കറകടികൾ കളയട്ടെ. അങ്ങയുടെ ആരാധ്യമായ തത്വത്തെ എപ്പോഴും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പുതിയൊരാഴ്ചയുടെ ആദ്യ ദിവസം പ്രതീക്ഷകളോടെ ഞങ്ങൾ ഈ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചത് പൂർത്തിയാക്കേണ്ട ജീവിതത്തിന്റെ ചെറുതും വലുതുമായ യോഗങ്ങള്, സ്വപ്നങ്ങള്, പ്രതീക്ഷകള്, ആകുലതകള്, ഉത്കണ്ഠകള്, രോഗങ്ങള്, സഹനങ്ങള്, കഷ്ടപ്പാടുകള്, മനസ്സിന്റെയും കുടുംബത്തിന്റെയും അസ്വസ്ഥതകള്, ആരോടും പറയാത്ത വേദനകള് തിരുമുമ്പിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തോട് നിന്റെ കരുണ ചൊരിയണമേ. പ്രത്യേകിച്ച് ഈ കഠിനമായ ലോകത്തിന്റെ പ്രതിസന്ധിയെ നിന്റെ ഇടപെടലിലൂടെ അതിജീവിക്കാൻ ലോകം മുഴുവനും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഞങ്ങളെ പങ്കുചേരുന്നു. ഈശോയെ ശക്തിപ്പെടുത്തണമേ, ബലം പകരണമേ. ഞങ്ങൾക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മജനം ദിവ്യരൂഹായും സ്തുതിക്കുന്നു. ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാഗരമോത്തിടാം പാവൻ ഈ ബലിയിൽ.
പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായേയും നിന്ന സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലി ഓർത്തിടാം. ചെറിയവരല്ല വലിയവരോ കാത്തുവസിക്കുന്നു. മൃഗരെല്ലാരും മഹിതോദാനത്തിൽ ശരണം തേടുന്നു. സർവശക്തനായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ആശീർവദിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന യോഗ്യനും പാപിയുമായ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷത്തിന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനത്തിന് സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി.
ദൈവ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഏറ്റവും ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അവരുടെ സകലത്തെയും നിലവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗ്ഗവാസികളുടെ ആഗ്രഹങ്ങൾ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവേന്മാരോടും സഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഉയർന്നു ഘോഷിക്കുകയും ചെയ്യുന്നു. രക്ഷാകരമായ ദിവസത്തിൽ വീണ്ടും നീതിമാന്മാരോടുകൂടെ പുനരുദ്ധാനത്തിന് ഞങ്ങൾക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ, ഈ ഭൂമിയിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ചെറുതും വലുതുമായ ജീവിതങ്ങളെ വിശ്വസ്തയോടെ വ്യാപരിക്കാൻ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വത്തിൽ ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കാൻ എളിമയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സങ്കടങ്ങളെയും വിശുദ്ധീകരിക്കണമേ. ഇവയുടെ മേലിൽ കരുണ ചെയ്യണമേ. നമുക്ക് തിരിച്ചു പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിശുപാത്രം നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കർസയുമെടുത്ത കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി എല്ലാ മനുഷ്യർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, ആഗോള സഭയിലെ പരമാധ്യക്ഷ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയും എല്ലാ വൈദികർ സമർപ്പിതരായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ രാഷ്ട്രതലവന്മാർ ദേശത്തിന്റെ നാടിന്റെ നന്മയ്ക്ക് വികസനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മതരാഷ്ട്രീയ നേതാക്കന്മാരുടെ വിശദീകരണത്തിന് ആരോഗ്യ പ്രവർത്തക രോഗി ശുശ്രൂഷയിലായിരിക്കുന്നവർ നിയമപാലകർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാസികന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമായി വിലവർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും കർഷകരുമായ എല്ലാ മനുഷ്യർക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് വസ്ത്രത്തിന് വേണ്ടി കരയുന്നവരും തെരുവുകളിൽ അനുഭവിക്കുന്നവരും മരുന്നുമാനങ്ങൾ തീരാത്തവരും ആശുപത്രികളിൽ നിന്ന് വിളിക്കുന്നവരും കടത്തിണ്ടകളിലും ശരികളിലും അമ്മിയുറങ്ങുന്നവരും ഓപ്പറേഷനുകൾക്ക് വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാകുന്നവരും അതിന്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരും അതിന്റെ മന്ദിരങ്ങളിലായിരിക്കുന്നവരും ഏകാന്ത ജീവിതം നയിക്കുന്നവരും ഏകസ്ഥരായ ഭവനങ്ങളിൽ കഴിയുന്ന ഓരോരുത്തർക്കും ഈ പകർച്ചവ്യാധിയുടെ ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്ന ഓരോ ദേശത്ത് വസിക്കുന്നവർക്കും ഐസൊലേഷൻ വാർഡുകളിലും ഭവനങ്ങളിലും നിരീക്ഷണങ്ങളിലായിരിക്കുന്നവർക്കും ഈ പകർച്ചവ്യാധിയിൽ മരണപ്പെട്ടു പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആത്മാക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നുമുള്ള സമൂഹത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്ത് ഈ ബലിയിൽ പങ്കുചേരുന്ന ആരാധനാ സമൂഹം മുഴുവനും ഇവരുടെ കുടുംബങ്ങൾക്ക് അതിലെ ഓരോ വ്യക്തികൾക്ക് വിവാഹ ജീവിതത്തെ സ്വപ്നം കാണുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വിദേശങ്ങളിലായിരിക്കുന്ന വിദേശത്ത് പോകാൻ ഒരുങ്ങുന്ന കുടുംബ സമാധാനത്തിന് വേണ്ടി കരയുന്ന ഭവനങ്ങളുടെ നിർമ്മാണത്തിലായിരിക്കുന്ന കടബാധ്യതകളിലൂടെ കടന്നു പോകുന്ന സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ബിസിനസ് മേഖലകളിലെ തകർച്ചകളെ നേരിടുന്ന പരീക്ഷകളെ ഇന്റർവ്യൂകളെ അഭിമുഖീകരിക്കുന്ന അതിന്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വരാൻ പോകുന്ന ഒരാഴ്ചക്കാലം മുഴുവന്റെ വിശുദ്ധീകരണത്തിനും അയോഗ്യരും പാപികളുമായ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും അത് വസിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് ഈ കുർബാനയിലേക്ക് ആവസിക്കട്ടെ. നിന്റെ ദാസന്റെ കുർബാനയുടെ ആവസിച്ചതിനെ ആസ്വദിക്കുകയും വിശദീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മനുഷ്യരുടെ ഉയർത്തിലുള്ള പ്രത്യാശിക്കുക നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകവുമായ അങ്ങയുടെ നാമത്തിന് ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങളോട് ദൈവമേ എങ്കിലും സുഖവും പരിശുദ്ധവും ജീവനായകവും ദൈവമായ രഹസ്യത്തിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനോടൊപ്പം ഞാനാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവരും മരിക്കുകയില്ല, പ്രതികാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവിന്റെ ശരീരവും രക്തവും ആത്മനവും ഉൾക്കൊള്ളാനൊരുങ്ങുന്ന ഈ സമയം ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ബലിപീഠത്തിന്റെ മുന്നിൽ നിൽക്കുന്നവരാണ് നമ്മൾ. വേറെ എവിടെ പോയാലും രക്ഷയില്ല, ദൈവത്തിന് മാത്രമാണ് അറിയാമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ മുമ്പോട്ടേക്കുള്ള ജീവിതയാത്രയിൽ ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തെ രക്ഷിക്കാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ ദൈവത്തിന്റെ സന്നിധിയിലെ എളിമയോടെ പ്രാർത്ഥിക്കാം. നീ ഞങ്ങൾക്ക് ദൈവവും കോട്ടയും ആകണമേ. അറിഞ്ഞുമറിയാതെയും വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലും ഞങ്ങളുടെ ബലഹീനതകളിലും സ്വഭാവത്തിന്റെ വൈകല്യങ്ങളിലും ഞങ്ങൾക്ക് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ കുടുംബത്തോട് കരുണ തോന്നണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ കടങ്ങളും പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിലെല്ലാം മാലാഖമാരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കണമേ. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച വിശിഷ്ടവും മനോഹരവുമായ പ്രാർത്ഥന ഞങ്ങൾ ഒന്നിച്ച് ആവർത്തിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നിങ്ങളോടുകൂടി. പരിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ എല്ലാവരും അവിടുത്തെ കാരുണ്യാതിരകത നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ.
നാദ
ചെയ്തു. പോലെ ഈ ബലിയിൽ പങ്കാളികളാക്കും ദൈവം കൈവാരുളട്ടെ ദിവ്യാനുഗ്രഹത്തിന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യദാനങ്ങൾ നൽകിയ അരുളട്ടെ ദൈവം കരുണയുടെ ദൈവികമാ ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരീതും ദൈവം വരവേ ചുരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരാ തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പരിപീഠമേ സ്തുതി. ദൈവപുത്രനായ പിതാവേ, അങ്ങയുടെ മധ്യസ്ഥതയ്ക്ക് പ്രത്യേകമായി സമർപ്പിതമായ ഈ വർഷത്തിൽ ഞങ്ങൾ അങ്ങയുടെ മധ്യസ്ഥനും പാലകനുമായി ഏറ്റുപറയുന്നു. തിരുസഭയുടെ കാവൽക്കാരനായ അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു. ദൈവത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിയ മറിയത്തെ ഭാര്യയെ സ്വീകരിച്ച് ഉണ്ണീശോയെ കർത്താവിന്റെ കരങ്ങളിൽ രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യും അധ്വാനപൂർവമായ ജീവിതം വഴി കുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്ത അങ്ങയുടെ ഭാവിയെ അനുസരിച്ച് ദൈവത്തിന്റെ മനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും അങ്ങയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഭൂമിയിൽ സ്വർഗീയ പിതാവിന്റെ എല്ലാ ജീവിതം മഹത്വമുള്ള പിതാവേ, അങ്ങയുടെ മാനസികമായ സ്നേഹത്താൽ ഞങ്ങളെയും സ്വന്തമായി കരുതി സംരക്ഷിക്കണമേ. തിരുസഭയുടെ കാവൽക്കാരനായ വിശുദ്ധ യോസേപ്പേ, നന്മകളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പേ, കുടുംബങ്ങളുടെ സംരക്ഷകനായ വിശുദ്ധ യോസേപ്പേ, ഈശോ മിശിഹായിക്ക്